ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളെല്ലാവരും എന്നല്ല, നിങ്ങളിൽ പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം തന്നിട്ടുണ്ട്, ബുദ്ധിയും വിവേകവും എല്ലാം തന്നിട്ടുണ്ട്, സ്കില്ലുകൾ ശക്തികൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ കർമ്മം എന്ന് പറഞ്ഞാൽ 25% മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല, നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ബാക്കി 75% ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കാര്യങ്ങൾ സഫലമാകുന്നത്. നമ്മളിപ്പോൾ ഒരിടത്ത് യാത്ര പോകാൻ തന്നെ തീരുമാനിച്ച് അത് സമയമൊക്കെ കണക്ക് കൂട്ടി എന്നിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോൾ ബസ്സില്ല. അപ്പോൾ ആ കൃത്യസമയത്ത് നമ്മളവിടെ ചെന്നെത്താനും കാര്യം നടത്താനും പറ്റാതെ വരും. അല്ലെങ്കിലോ ആ ബസ്സിൽ കയറി ബസ് ഇടക്ക് ടയറ് കാറ്റ് പോയി പഞ്ചർ ഇഞ്ചർ എല്ലാം ആയി. അതൊക്കെ കഴിഞ്ഞ് റിപ്പയർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ആ സമയത്ത് എത്താത്തതുകൊണ്ട് കാര്യം നടക്കാതെ വരും. അപ്പോൾ എൻ്റെ ഒരു പൈസയുണ്ട്, എൻ്റെ ഒരു ബസ്സുകളുണ്ട്, ഉണ്ടല്ലോ, കാശ് കൊടുത്ത് കഴിഞ്ഞ് അങ്ങ് പോകാം, എത്താം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ ബസ്സിൽ പോകാനുള്ള ബസ് സ്റ്റാൻഡ് വരെ നടന്നോ ഓട്ടോറിക്ഷയിലാണ് പോയി കയറിയിരുന്ന് ടിക്കറ്റൊക്കെ മേടിച്ച് എല്ലാം കൂടി കുറച്ചങ്ങ് അരൂര് വന്നപ്പോൾ തയ്യാറാണ്. കാര്യം നടന്നില്ല. എനിക്കൊരുപാട് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചെയ്യാനുള്ള സാധനം 25% ബാക്കി ഞാൻ ടിക്കറ്റ് എടുക്കുക, ബസ് സ്റ്റാൻഡ് വരെ പോവുക, കയറിയിരിക്കുക, ഡ്രൈവർ ഓടിക്കും, അയാളുടെ സഹായം വേണം, വണ്ടിയുടെ സഹായം വേണം, ഡ്രൈവർ ഓടിച്ച് അവിടെയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ തന്നിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ 25% മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം. അതും ചെയ്യാതിരുന്നാലോ? അപ്പോൾ അല്ല, അപ്പോൾ ദൈവം തീരുമാനിക്കില്ല, 75% ദൈവം തീരുമാനിക്കും എന്ന് മനസ്സിലാക്കാതെ ദൈവം ഉദ്ദേശിച്ചാൽ എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടും. തലയിൽ എഴുതിയിട്ട് നല്ല പെണ്ണിനെ കിട്ടും, നല്ല ഭാര്യയെ കിട്ടും, നല്ല ഭർത്താവിനൊക്കെ കിട്ടും, നല്ല ഉദ്യോഗം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, ഒക്കെ സർവേഷൻ തരും. പക്ഷേ കണ്ടീഷനുണ്ട് സർവേഷന്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 25%, അതിൽ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? കർമ്മം നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ ഒരിക്കലും തരത്തില്ല. ഞാൻ തരും എന്ന് നിങ്ങൾ പിന്നീടും വിശ്വസിച്ചാൽ നിങ്ങൾ എന്നോട് ചെയ്യുന്ന വലിയ മഹാപാപമാണ്. എല്ലാ വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന, സൈക്കോളജി അനുസരിച്ചും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ 25%. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നടക്കുക? ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ IAS ആണ്, ഞാൻ ഗവർണറാണ്, ഞാൻ ഉണ്ടായിക്കളയും, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഞാനിവിടെ വീട്ടിലെ അമ്മയാണ്, ഭാര്യയാണ്, ഭർത്താവ് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ വിചാരിക്കുന്ന പോലെ, മക്കളെല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആക്കണം, ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് പറയും. ഇവിടെ തനിക്ക് ആക്കാൻ 25% പറ്റുള്ളൂ. താനൊരു ഭാര്യയാണെങ്കിൽ തനിക്ക് വീട്ടിലെ കാര്യം എല്ലാം നന്നായിട്ട് വീട് നടന്നു കൊണ്ടുപോകാൻ 25% തനിക്ക് പറ്റൂ. ഭർത്താവാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി. അപ്പം അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മളെ കുറച്ചുകൂടി ഒന്ന് ഡൗൺ ടു എർത്ത് റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കണം. നമുക്കിവിടെ പ്രവർത്തിക്കാനുള്ള കഴിവ് വേറെ എവിടെയും കിട്ടത്തില്ല. ഈ സൗകര്യം കഴിവെല്ലാം തന്നിട്ട്, ബോഡിയെല്ലാം തന്നിട്ട് 25% പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 25% നമ്മൾ ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് ആ 25% അതുപോലെ വേറെ ആൾ ചെയ്യുന്ന അവർ ഭയങ്കരമായിട്ട് നന്നായി പോകണമാണ് നമ്മൾ കുറവ്. അതൊന്നുമില്ല. നമ്മൾ 25% ചെയ്താൽ ഇത്ര കിട്ടുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കുള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ ആൾക്കിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എന്നെ പഠിച്ച ആളുകളൊക്കെ വലിയ നിലയിലായിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനും പഠിച്ച് അതുപോലെ തന്നെ ആയല്ലേ, ഇവനെന്താണ് ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെ ആയിപ്പോയെന്ന് പറയും. ഈ ദൈവത്തിനോട് അതായത് സോളായിട്ടുള്ള എനർജീനോട് മത്സരിച്ചാൽ ആകെപ്പാടെ ഇച്ചിരിയോളം എനർജിയാണ് ഈ മനുഷ്യനെ കിട്ടിയിട്ടുള്ളത്, അല്ലേ, പ്രപഞ്ചത്തിന് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ,
നമ്മളൊന്നും അല്ല എന്നല്ല, നമുക്ക് നമ്മളുടേതായിട്ട് ഒന്നും കഴിവില്ല. നമ്മൾ ജനിച്ചു വന്നേ പടകളാന്ന് പറഞ്ഞ് കിടന്നേച്ചാണ്. ഇതുവരെ എല്ലാം സർവേശ്വരൻ തന്നെ ഗ്രേറ്റർ എനർജി എന്നാണ് ഈ ഫോം ചെയ്തൊക്കെ ഈ രീതി ആയിട്ടുള്ളത്. അതിൽ ആ തന്നിരിക്കുന്ന ബുദ്ധിക്കനുസരിച്ച് നമ്മളങ്ങ് പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിൻ്റെ ഫലം എത്ര കിട്ടി, ഇങ്ങനെ കിട്ടുമായിരുന്നല്ലോ, ഇങ്ങനെ കിട്ടുമായിരുന്നു, ഇങ്ങനെ ആയിപ്പോയി, നഷ്ടം പറ്റി, ഇന്ന് വിഷം പറ്റി, ചെയ്ത് കിട്ടി ഗുഡ്, അടുത്തതിലേക്ക് ശ്രമിക്കണം. അപ്പോൾ അതില്ലാതെ പറഞ്ഞവിടെ ഞാൻ എൻ്റെ ചുറ്റുപാടും കാണുന്നത് എങ്ങനെയാണ് എന്നറിയത്. ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ചേട്ടനിയന്മാരൊക്കെ ഉണ്ടാവൽ ചിലർ വലിയ നിലയിലായി. അപ്പോൾ നമ്മളിത്ര അതിനേക്കാൾ പൊട്ടൻഷ്യാലിറ്റി നമുക്കുണ്ടാവും. അല്ല അതെന്താ കാര്യം, നമ്മുടെ 25% എന്നുള്ള റിവാർഡ് എന്നുള്ള സൂപ്പർ സോഴ്സ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിനെ വേണ്ടി സൂപ്പർ സോഴ്സിനോട് ദേഷ്യം പിടിച്ച് ചീത്തകൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. അതിനുവേണ്ടി ആരാണ് നമ്മൾക്കാൾ മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ അവനോട് അസൂയ തോന്നുന്നതാണ്. അവനോട് അസൂയ അങ്ങോട്ട് പോകത്തില്ല, വൺ വേ ട്രാഫിക്കാണ്. ആരോട് അസൂയ തോന്നുന്നു ആ നെഗറ്റീവ് സാധനങ്ങളൊക്കെ നമ്മളിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്താൽ പെർഫെക്റ്റായിട്ട് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗതിപിടിക്കാത്തതിൻ്റെ കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. പലയിടത്തും പോയെടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഉടനീളം എടുത്തിട്ടുണ്ട്, വിദേശത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അത് ആ ക്ലാസ് എടുത്തതിൽ ചേഞ്ച് വന്ന ആളുകൾക്ക് എനിക്ക് എഴുതി അറിയിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ചെയ്ത് നോക്കിയിട്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. ഗോഡ് ബ്ലെസ്. ബൈ.